ലോകത്ത് അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളിലൊന്നായിട്ട് ഇന്ത്യ മാറുകയാണ്. ശരിക്കും റഷ്യയുടെ S-400 ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും തദ്ദേശീയമായിട്ട് ഇന്ത്യ വികസിപ്പിച്ചതും ഇസ്രായേലുമായി ചേർന്ന് വികസിപ്പിച്ച പ്രതിരോധ സംവിധാനങ്ങളും അതോടൊപ്പം റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങളും കൂടി ചേരുമ്പോൾ ഇന്ത്യ ശരിക്കും ഒരു ലോകത്തെ തന്നെ പ്രതിരോധ ശക്തിയായിട്ട് മാറുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. ഇന്ത്യയുടെ പ്രോജക്റ്റ് സുദർശൻ ചക്രയ്ക്ക് പ്രചോദനം നൽകുന്ന ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ റഷ്യയുടെ അടുത്ത് നിന്നുള്ള 4ാമത്തെ S-400 ഇന്ത്യയിൽ എത്താൻ പോവാണ്. അതായത് നമ്മൾ റഷ്യയിൽ നിന്ന് 5 S-400 ട്രൈം സിസ്റ്റമാണ് നമ്മൾ റഷ്യയുടെ അടുത്ത് നിന്ന് വാങ്ങാനായിട്ട് എഗ്രിമെന്റ് ചെയ്യുന്നത്. അതിൽ 4ാമത്തെ ബാച്ച് മെയ് പകുതിയോടെ ഇന്ത്യയിൽ എത്തുമെന്നാണ് വ്യക്തമാവുന്നത്. പാകിസ്ഥാനുമായിട്ടുണ്ടായ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ ഒരു ആധുനിക യുദ്ധങ്ങൾ കൂടിയാണല്ലോ അവിടെ പരീക്ഷിക്കപ്പെട്ടത്. ഡ്രോണുകൾ, ആധുനിക ആയുധങ്ങൾ. സോ ആ സാഹചര്യത്തിൽ ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ ശക്തമായ പ്രതിരോധ സംവിധാനം ഒരുക്കുന്നതിന്റെ നിർണായക നീക്കങ്ങളുമായി മുന്നോട്ട് പോവാണ്. ഇതിനിടയിലാണ് 2018 നമ്മൾ റഷ്യയുമായിട്ട് സൈൻ ചെയ്ത കരാർ അനുസരിച്ചുള്ള 5 S-400 സ്ക്വാഡ്രണുകളിൽ 4ാമത്തേത് ഇപ്പോൾ എത്തുന്നത്. 3 ഓൾറെഡി ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. 5ാമത്തേതും ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രതിരോധ ബഡ്ജറ്റുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യ 5ാം സ്ഥാനത്താണ്. ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് $92.1 ബില്യൺ വർദ്ധിച്ചു. എന്ന് വെച്ചാൽ സമീപകാലത്ത് ഏറ്റവും ഉയർന്ന ഒരു ബജറ്റാണിത്. സൈനിക കരുത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ വളരെ ശക്തമായിട്ട് തന്നെ വളരുകയാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ S-400ന്റെ ലാസ്റ്റ് യൂണിറ്റ് നവംബർ അവസാനത്തോടെ എത്തുമ്പോൾ 5 സ്ക്വാഡ്രണുകൾ നമ്മുടെ ഇവിടെ സെറ്റ് ആവുന്നു എന്നുള്ളതാണ്. 5 ബാറ്ററീസ് സെറ്റ് ആവുന്നു എന്നുള്ളതാണ്. ഒന്ന് തീർച്ചയായിട്ടും രാജസ്ഥാൻ ഭാഗത്തായിരിക്കും ഇന്ത്യ വിന്യസിക്കാൻ പോകുന്നത്. മറ്റൊന്ന് ഇനി വരാനുള്ള ഒന്ന് ചൈനീസ് അതിർത്തിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത് 5ഉം ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിൽ വളരെ നിർണായകമാണ്. ചിലപ്പോൾ കൂടുതൽ S-400 ഇന്ത്യ ഇനിയും റഷ്യയിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഇന്ത്യയുടെ തദ്ദേശീയമായ പ്രതിരോധ സംവിധാനങ്ങളും S-400ഉം ഇതെല്ലാം കൂടി ചേരുമ്പോൾ ശരിക്കും വളരെ ശക്തമായ ഒരു പ്രതിരോധ കവചം തീർക്കാൻ ഇന്ത്യക്ക് കഴിയും. അപ്പോൾ ഇന്ത്യയുടെ പ്രോജക്റ്റ് സുദർശൻ ചക്ര കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ശരിക്കും വളരെ കരുത്തുറ്റൊരു പ്രതിരോധ ശക്തിയായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ഇന്ത്യയുടെ പ്രോജക്റ്റ് കുശ ഏറ്റവും മികച്ചൊരു പ്രോജക്റ്റാണ്. S-400ന്റെ ഇന്ത്യൻ ബദലാണത്. അതിനേക്കാൾ മികച്ച രീതിയിലാണ് ഇന്ത്യ അത് നിർമ്മിക്കുന്നത്. പ്രോജക്റ്റ് കുശ കൂടി യാഥാർത്ഥ്യമാവുമ്പോഴേക്കും ശത്രു രാജ്യങ്ങൾക്ക് ഒരു തരത്തിലും തകർക്കാൻ കഴിയാത്തൊരു പ്രതിരോധ കോട്ട പോലെ ഉറച്ചതായി മാറും ഇന്ത്യയുടെ ആകാശം ഉൾപ്പെടെ സകല അതിർത്തി പ്രദേശങ്ങളും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.